ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായി ലോങ് വീഡിയോ ഇടണമെന്ന് വിചാരിക്കും, പക്ഷേ വോയിസ് ഓവർ കൊടുക്കാനുള്ള ഒരു ടൈം അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. മൊത്തത്തിലൊരു ബിസിയാണ്. ഇപ്പോൾ ഒരു ദിവസം പോകുന്നതൊന്നും നമ്മൾ അറിയുന്നേ ഇല്ല, അത്രയ്ക്ക് ഫാസ്റ്റിലാണ് ഒരു മാസം പോയത്. ജനുവരി പോയതേ അറിഞ്ഞില്ല. അപ്പോൾ ഒന്ന് ഉംറയ്ക്ക് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ കുറച്ച് കുക്കിംഗ് ഒക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും കുറച്ച് സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഞാൻ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തേക്കൊരു സ്പെഷ്യൽ ഫുഡാണ് ഉണ്ടാക്കുന്നത്, ഒരു സാലഡ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കുന്നത്. അതേപോലെ ചിയാ സീഡും തലേദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹാസിം ഇതേ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ആളുടെ ഇപ്പോഴത്തെ മെയിൻ ഫുഡ് പഴം വാട്ടിയതാണ് കേട്ടോ. ആൾക്ക് ഫേവറേറ്റ് ആണ് പഴവും അതേപോലെ നഗറ്റ്സും. അപ്പോൾ അത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. മൂപ്പര് എണീറ്റപാടെ കഴിക്കുന്നുണ്ട്. ഇത് നമുക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് ഒരു വീഡിയോ കണ്ടപ്പോൾ. കുറച്ച് തൈര് താഴെയുണ്ട്, അതിൻ്റെ മുകളിൽ കുക്കുമ്പറും സവാളയൊക്കെ ഒന്ന് കട്ട് ചെയ്തിടുക, അതിൻ്റെ മുകളിൽ പുഴുങ്ങിയ മുട്ട വെച്ച് കൊടുക്കുക, പിന്നെ ബട്ടറിലേക്ക് കസൂരി മേത്തി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്ന് താളിച്ചിട്ട് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നമുക്കിഷ്ടമാവും. പിന്നെ ഭയങ്കര ഹെൽത്തിയുമാണല്ലോ. അപ്പോൾ പിള്ളേർക്ക് ഇതൊന്നും ഓടാത്തതുകൊണ്ട് അതേ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അവർ എഴുന്നേൽക്കുമ്പോൾ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മദ്രസയിൽ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ കുറച്ച് ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ മദ്രസയിൽ അത്യാവശ്യം പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും പഠിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും രാവിലെ തന്നെ ഇരുത്തണം. അപ്പോൾ ഇക്കായും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആൾ പോയിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കിച്ചണിലെ പണികളൊക്കെ അതേ തീർത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രെഡൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്ത് വെക്കുകയാണ്. ഹംദാനും ഹാറൂനൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഹാസിമാണ് ആദ്യം എഴുന്നേറ്റ് വരുന്നത് വീക്കെൻഡ്സ്. ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഉംറയ്ക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും ലഞ്ച് സെറ്റാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആൾ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ പുറത്ത് പോയതാണ്. അപ്പോൾ പിള്ളേരൊക്കെ എഴുന്നേറ്റ് വന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഇതെനിക്ക് മാത്രം ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. ഒരു നോർമലായിട്ട് വെറുതെ കേട് നമ്മൾ കഴിക്കുന്നതിനേക്കാളും കുറച്ച് ഈ ഒരു മസാലയൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അതേപോലെ ചിയാ സീഡും ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നൈറ്റ് ഓവർ സോക്ക് ചെയ്ത് വെക്കാറുണ്ട്. പാലും തൈരും ചിയാ സീഡും കൂടി സോക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് രാവിലെ നമുക്ക് ഇഷ്ടമുള്ള കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാം. അതും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഹാസിമിൻ്റെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ആളങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇറങ്ങിയതിന് ശേഷം പ്ലേ സ്കൂളിൽ വിടാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അതുകൊണ്ട് രാവിലെ ആക്കുന്നില്ല. പിള്ളേർക്കൊക്കെ ഓരോ ടാസ്ക്കൊക്കെ കൊടുത്ത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തണം. അത് കഴിഞ്ഞ് കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം വീക്കെൻഡ്സ് എപ്പോഴും ഇങ്ങനെയാണ്, എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അത്യാവശ്യം വൈകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉച്ചക്കലത്തെ ഫുഡ് കഴിക്കലും ഒരു 3 മണി 3:30 ആവട്ടെ എന്തായാലും. ബ്രെഡിൻ്റെ അകത്ത് ഞാൻ നഗറ്റ്സാണ് കേട്ടോ പൊരിച്ചിട്ട് വെച്ച് കൊടുത്തത്. പിന്നെ ചീസും കൂടി വെച്ചിട്ട് പിന്നെ മയണൈസും കെച്ചപ്പും കൂടി മിക്സ് ചെയ്ത് അതും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബട്ടറിൽ നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പിള്ളേരെ ഫേവറേറ്റ് ആണ്. പിള്ളേർക്ക് അകത്ത് എന്തെങ്കിലും വേണം, ചിക്കനോ മുട്ട വെച്ചിട്ടുണ്ടെങ്കിലൊന്നും ഓടൂല. ചിക്കനാണെങ്കിൽ ഓക്കെയാണ്. ഹംദാനൊന്ന് ചിയാ സീഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അവന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതെങ്ങനെയാണ് കഴിക്കണേന്നാണ് ചോദിക്കണേ കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേകത അതാണല്ലോ. സത്യം പറഞ്ഞാൽ വായിൽ വെക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റ് ഫീൽ ചെയ്യില്ല, പക്ഷേ ടേസ്റ്റ് അല്ല ഹെൽത്തിലാണ് കാര്യം എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ഉച്ചയ്ക്ക് കുളി നിസ്കാര കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ കിച്ചണിലേക്ക് കയറാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഫിഷ് കിട്ടിയത് കാളാഞ്ചിയാണ്. അപ്പോൾ അതെന്തായാലും കറി വെക്കാമെന്ന് വിചാരിച്ച് ചെറിയുള്ളി കുറച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. പിന്നെ കപ്പ ഉലത്താൻ വേണ്ടിയിട്ട് ഭയങ്കര കൊതിയിട്ടാണ്. കപ്പ തിന്നാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായി കപ്പ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ കപ്പ അട്ടർ ഫ്ലോപ്പായിരുന്നു കേട്ടോ. ഒട്ടും വേവുന്നുണ്ടായിരുന്നില്ല. വേവാനും ഭയങ്കര ബുദ്ധിമുട്ട്, നല്ല ടേസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ നിന്ന് വാങ്ങിയപ്പോൾ കളറിനാണെങ്കിലും ഞാൻ ഒടിച്ച് നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ എടുത്തത് സംഭവം. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ഒക്കെ പറഞ്ഞ് ശ്രീലങ്കൻ കപ്പയായിട്ടായിരിക്കും ഇങ്ങനെയെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ മീൻകറിയുടെ മസാല കാര്യങ്ങളൊക്കെ വഴന്ന് വന്നപ്പോൾ പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മീൻകറിയിൽ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും തിളച്ച വെള്ളം ഒഴിക്കുക കേട്ടോ. അതാണ് എപ്പോഴും മീൻകറിയുടെ അല്ലെങ്കിൽ ടേസ്റ്റേ മാറിപ്പോവും. തേങ്ങാപ്പാൽ ഒഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ മുളക് ചാറാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത്.
പിന്നെ ആവശ്യത്തിന് ഉപ്പും പുളി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പയ്യെ സെറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ളതിൻ്റെ മസാലയൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഇഞ്ചി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് നാരങ്ങാനീര്, അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം മീനിലൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ. കാളാഞ്ചി നല്ല ഫിഷാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് നല്ല ഇറച്ചിയുള്ള പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത്. പിന്നെ മുള്ളൊക്കെ ആണെങ്കിലും കുറവാണ്. ഇതിൻ്റെ ഇടയിൽ ചോറും ഞാൻ വേവിക്കാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും സമയമായിട്ടും കപ്പ വേവുന്നില്ല കേട്ടോ. അങ്ങനെയാണ് ഞാനത് ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ നോക്കിയത്. ചിലത് ഓക്കെയാണ്, പക്ഷേ ചിലത് ഒട്ടും വേവുന്നില്ല. അത്രയും ഒരു അരമണിക്കൂറോളം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടും സംഭവം അനങ്ങുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഉള്ളത് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചട്ടി വെച്ചിട്ട് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് ആക്കിയെടുക്കുകയാണ്. കടുകൊക്കെ പൊട്ടിച്ച് ചെറിയുള്ളിയും കറിവേപ്പിലയും കൊല്ലമുളകൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി ഒന്ന് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ട് നമ്മുടെ കപ്പയൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തതാണ് കേട്ടോ. അപ്പോഴും ഒട്ടും വേവാത്ത പീസുകൾ കണ്ടിട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് കുക്കറിലെങ്കിലും ഒന്ന് ഇട്ട് നോക്കാം. കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചാൽ അത് വെന്തുടഞ്ഞ് വരുമായിരിക്കും എന്ന് വിചാരിച്ചു. എനിക്ക് ഉടച്ച കപ്പ കഴിക്കാനായിട്ടായിരുന്നു കൊതി. പക്ഷെ അത് തീരെ നടന്നില്ല. കൊതി കുറച്ച് കൂടിപ്പോയതുകൊണ്ടാണോ വായിൽ വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇത്രയും നാളും ഇവിടെ വന്നിട്ട് കപ്പ വാങ്ങിച്ചിട്ട് ഇങ്ങനൊരു പണി എന്തായാലും കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ അത് ഇളക്കി നോക്കിയപ്പോൾ മനസ്സിലായി സംഗതി ഇവിടെ ഒന്നും നിൽക്കില്ല എന്ന്. പിന്നെ വേഗം എല്ലാം കൂടി ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചതേ കുക്കറിലേക്ക് ഇട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വന്നു കേട്ടോ. കാരണം നമ്മളെങ്ങനെയും പണി തീർക്കാമെന്ന് വിചാരിക്കുമ്പോൾ പണിയുടെ പുറത്ത് പണി ചില സമയത്ത് കിട്ടും. അങ്ങനെ ഒരു കപ്പയായിരുന്നു കേട്ടോ ഇത്. ഇപ്പോൾ ശ്രീലങ്കൻ കപ്പ കിട്ടുമ്പോൾ ശ്രദ്ധിക്കുക എപ്പോഴും, അല്ലെങ്കിൽ ചോദിക്കുക ഇന്ത്യൻ കപ്പ തന്നെ നോക്കി വാങ്ങിക്കുക. അങ്ങനെ മീൻകറി സെറ്റായി, ചോറും സെറ്റായി. കപ്പ വേഗം ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അതവിടെ കിടന്ന് പയ്യെ ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് മുരിങ്ങയില നേരത്തെ വാങ്ങിയതിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് മുട്ടയൊക്കെ ഇട്ടിട്ട് ചിക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ മുരിങ്ങയില എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നന്നാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ല. അതിൻ്റെ കവറിൽ നിന്ന് എടുത്ത് അത് പുറത്തേക്ക് എടുക്കുമ്പോഴത്തേനും അതിൽ നിന്ന് ഇങ്ങനെ വിട്ട് വിട്ട് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് മുരിങ്ങയില നന്നാക്കി എടുക്കാം. അങ്ങനെ പെട്ടെന്ന് തന്നെ അതൊന്ന് നന്നാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് മുരിങ്ങയിലയും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 മുട്ടയാണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തത്. ഇക്ക പുറത്ത് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പോകാനുള്ള പാക്കിങ്ങിലൊക്കെയാണ്. പിന്നെ കുട്ടികളാണെങ്കിലും പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഹാസിമടക്ക് വന്ന് പോകുന്നുണ്ട്. അങ്ങനത്തെ കലാപരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ മുരിങ്ങയില പെട്ടെന്ന് തന്നെ വേവുമല്ലോ, 2-3 മിനിറ്റ് കൊണ്ട് തന്നെ സംഭവമായി കിട്ടും. എന്നിട്ട് അതിലേക്ക് ചെമ്മീനോ ചെറിയ ചെമ്മീനോ അതല്ലെങ്കിൽ മുട്ടയൊക്കെ ആണെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാവും കേട്ടോ. അല്ലെങ്കിൽ മുരിങ്ങയില മാത്രമാണെങ്കിൽ വലിയ ടേസ്റ്റ് ഇല്ലല്ലോ. ഭയങ്കര ഹെൽത്തി ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾ വെജിറ്റബിൾ കഴിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാക്കിയിട്ട് ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇക്ക എന്തായാലും കഴിച്ചിറങ്ങിയിട്ട്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചപ്പോൾ കുറച്ച് ലേറ്റ് ആയല്ലോ. അപ്പോൾ ഇനി ഇക്ക പോയി കഴിഞ്ഞിട്ടേ നമ്മൾ കഴിക്കുള്ളൂ. ഇതിൻ്റെ ഇടയിൽ കപ്പയും 2-3 വിസിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ, വലിയ ഭാവമാറ്റമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അത് നേരെ ചട്ടിയിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് കപ്പയും ഒന്ന് സെറ്റാക്കി എടുത്ത്, അതേപോലെ മുരിങ്ങയിലയുടെ അകത്തും മുട്ടയും തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ്. ഇതായിരുന്നു കപ്പയുടെ അവസ്ഥ. ചില കപ്പയൊക്കെ നല്ല സോഫ്റ്റും ടേസ്റ്റൊക്കെയാണ്, പക്ഷെ ചിലത് മാത്രം കേട്ടോ ഹാർഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് പിന്നെയും ഞാനൊരു പാനിലേക്ക് ഇട്ടിട്ട് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പിള്ളേരെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർക്കും ഫുഡ് കൊടുക്കണം. ഇക്കാക്ക് അതേ ഫുഡ് വിളമ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. പോണ ധൃതിയിലായതുകൊണ്ട് വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇത് ആറൂനും ഹാസിമിനും കൂടി വാരി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലെടുത്തതാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ് വീക്കെൻഡ്സ് 2 പേരെയും കൂടി അങ്ങനെ ഇരുത്തിയിട്ട് 2 പേർക്കും കൂടി അങ്ങോട്ട് കൊടുക്കും. ഹംദാന് ചില ദിവസങ്ങളിൽ ഫിഷ് കറിയൊക്കെ ആണെങ്കിൽ കഴിക്കും, ചില ദിവസങ്ങളിൽ മടിയാണ് കേട്ടോ. അങ്ങനെ ഇക്ക യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. അത് കഴിഞ്ഞ് ഹാസിമും ഹാറൂനും തമ്മിൽ ഭയങ്കര ഇടിയാണ് കേട്ടോ ചില ദിവസങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് ഹാസിമിന് ഒരുപാട് ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നേരത്തെ പ്ലേ സ്കൂളിലാക്കാൻ പോവാണ്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ. മൂപ്പർക്ക് അങ്ങനെ വലിയ മടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്ലേ സ്കൂൾ ഭയങ്കര ഇഷ്ടമാണ്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയൊക്കെയാണ് കേട്ടോ. ഫ്രണ്ട്സ് മാത്രമല്ല, അത് ഒരു ജിമ്മിൻ്റെ അകത്താണ് നടത്തുന്നത്. ആ ജിമ്മിലുള്ള എല്ലാ ആൾക്കാരുമായിട്ടും മൂപ്പര് കമ്പനിയാണ്.
അപ്പോൾ കുറച്ച് പഴം പഴുത്തതിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേർ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പഴം, നല്ല പഴം എന്തായാലും കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം ഒരു 2 കിലോ ഒക്കെ വാങ്ങി വെക്കും. കാരണം പഴുക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വാങ്ങി വെക്കും. അങ്ങനെ പഴുക്കണ അനുസരിച്ച് എടുത്തിട്ട് ഫ്രൈ ചെയ്യുകയോ അതല്ലെങ്കിൽ പഴം വാട്ടോ ചെയ്യും. എങ്ങനെയാണെങ്കിലും ഇവിടെ പഴവും നല്ല ഓട്ടമാണ് കേട്ടോ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഹാസിം പ്ലേ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ പഴമൊക്കെ കൊടുത്തതാണ്. അത്രയൊക്കെയാണ് കേട്ടോ അന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ. ഇത് 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് ഉംറയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. സത്യം പറഞ്ഞ തിരിച്ച് വന്ന വരെ ആ ഒരു മീൻകറി ഉണ്ടായിരുന്നു. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഇക്കായും കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മീൻകറി ഒന്നും കൂട്ടാനൊന്നും ആരുമില്ല. അപ്പം ഞാൻ തന്നെ ഇത്രയും കാശ് കൊടുത്ത് വാങ്ങിക്കുന്ന മീനല്ലേ, അപ്പോൾ പയ്യെ 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 കുറേശ്ശെ ഞാനങ്ങനെ കൂട്ടി. പിന്നെ പിള്ളേർക്കാണെങ്കിലും ചെറിയവർക്കാണെങ്കിലും അത് ചെറുതായിട്ട് ചോറിൽ കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിച്ചോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കറി കൂട്ടാൻ ആളില്ലാന്നേ ഉള്ളൂ. പീസ് എങ്ങനെയായാലും തീരും. അങ്ങനെ അതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞപ്പോൾ എന്തായാലും ഞാൻ കിച്ചണിൽ കയറാമെന്ന് വിചാരിച്ചു. ഇത്രയും ദിവസം ഓരോന്ന് വെച്ചിട്ട് ഒപ്പിക്കലായിരുന്നു. 2-3 ദിവസത്തേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാനന്ന് ജിമ്മ് കഴിഞ്ഞ് വരുന്ന സമയത്ത് വഴിയിൽ മൈലാഞ്ചി നിൽക്കാറുണ്ട്. അപ്പോൾ ഇതിന് ഇത്രയും ചുവപ്പ് ഉണ്ടായെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ കൈ കണ്ടപ്പോഴാണ് ഈ മൈലാഞ്ചിക്ക് ഇത്രയും കളറുണ്ടെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും മൈലാഞ്ചി അരയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് കയ്യോടെ കിച്ചണിലേക്ക് വന്നതാണ്. ജിമ്മിൽ പോയി വന്നിട്ട് ഞാൻ ഡ്രസ്സ് പോലും മാറ്റിയിട്ടില്ല. നാട്ടിലത്തെ പോലെയുള്ള ലീഫല്ല കേട്ടോ, അത്യാവശ്യം വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതേപോലെ 2-3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതിയാവും, അല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി പോകും കേട്ടോ. ഇനി കുറച്ച് വെള്ളമായിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ടൈം കൊടുത്താൽ മതി. അപ്പോൾ അത് സെറ്റായിക്കോളും. പോരുന്ന വഴിക്ക് ഞാൻ അന്ന് അൽഫലാജിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ചീരയും അതേപോലെ വെള്ളരിക്കയും വാങ്ങിയിട്ടുണ്ടായിരുന്നു മോരുകറി വെക്കാനായിട്ട്. എന്നും ഞാനൊരു തട്ടിക്കൂട്ട് മോരുകറിയാണ് കേട്ടോ ഇവിടെ ഉണ്ടാക്കാറ്. വെറുതെ തൈര് മിക്സിയിൽ അടിച്ചിട്ടുള്ളൊരു മോരുകറി ഉണ്ടല്ലോ, അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. പക്ഷെ അതിനേക്കാളും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഈ ഒരു മോരുകറിയാണ് കേട്ടോ. കുമ്പളങ്ങയാണെങ്കിലും വെള്ളരിക്കയാണെങ്കിലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെള്ളരിക്ക ഉപ്പും മഞ്ഞളും പച്ചമുളകൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചീരയാണ് കേട്ടോ വാങ്ങിയത്. 2 കളറും ഉണ്ടായിരുന്നു, പച്ചയുണ്ടായിരുന്നു ചുമപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ വെള്ളരിക്ക അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഞാനൊന്ന് ഫ്രഷായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത പണിയിലേക്ക് ഇറങ്ങി. ചീര ഭയങ്കര ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും നല്ല കാര്യം. എന്നാലാണ് വെന്ത് വരുമ്പോൾ എല്ലാം ഒരേ പാകത്തിന് വരുള്ളൂ. അപ്പോൾ തണ്ട് സെപ്പറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഞാൻ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഫ്രിഡ്ജിൽ ഒരു വലിയ വഴുതനങ്ങ ബാക്കിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് എടുത്തു. പിന്നെ ഞാൻ കിളിമീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം മോരുകറി ഉണ്ടെങ്കിൽ പിന്നെ ഫിഷ് കറി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അതും മസാല വയ്ക്കാൻ വേണ്ടിയിട്ട് പുറത്തെടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എല്ലാ പണികളും കഴിച്ചിട്ട് എനിക്ക് നഖത്തിൽ മൈലാഞ്ചി ഇടാന്നുള്ളതാണ് കേട്ടോ. ആ ഒരു കളറ് കണ്ടപ്പോൾ തുടങ്ങി അതിട്ട് ആ ഒരു കളറാക്കാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. 1 ടൈമും കൊണ്ടൊന്നും ആ ഒരു കളറിലേക്ക് എത്തില്ല. 2-3 തവണ നൈറ്റിലിട്ട് കിടക്കണം എന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷേ എനിക്ക് വന്നപ്പോൾ കാലിന് നല്ല കളറുണ്ട്, പക്ഷെ കൈക്ക് അത്രയും ഒരു ഡാർക്ക് കളറിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എത്രയും വേഗം പണികളും കാര്യങ്ങളൊക്കെ കഴിച്ച് മൈലാഞ്ചി ഇടാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ. മോരുകറിക്കാണെങ്കിലും ഞാൻ തേങ്ങ നേരത്തെ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടും. വന്നിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് വെക്കും കേട്ടോ. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞ് അത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കും. പിന്നെ കുറച്ചെങ്കിലും തണുപ്പുണ്ടെങ്കിൽ അതൊരു പിരിഞ്ഞ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഇതിൻ്റെ ഇടയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കും. പിന്നെ ചീര തേങ്ങയൊക്കെ ഇട്ട് ഒതുക്കിയെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യം 2 എണ്ണം സെപ്പറേറ്റ് 2 ദിവസം എടുക്കാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെയാണ് ഞാൻ വാങ്ങിയതും. പിന്നെ എന്തായാലും അത് 2ഉം കൂടി ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരുമിച്ച് തന്നെയാണ് കേട്ടോ 2ഉം കൂടി എടുക്കുന്നത്. അങ്ങനെ പാനൊക്കെ വെച്ചിട്ട് കടുകൊക്കെ പൊട്ടിച്ച് ചീര എന്തായാലും അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുമ്പളങ്ങയൊക്കെ നന്നായിട്ട് വെന്തു.
അപ്പോൾ തേങ്ങയൊക്കെ അരച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങയും 2 കഷ്ണം ചെറിയുള്ളിയും ചെറിയ ജീരകമൊക്കെ ഇട്ട് നല്ല പേസ്റ്റായിട്ട് അരയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം 2-3 ടേബിൾ സ്പൂൺ തൈരും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുക. അതാണ് കേട്ടോ എൻ്റെ മോരുകറി. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും വെക്കുന്നത്. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് തിളയ്ക്കാനൊന്നും നിൽക്കേണ്ട, ജസ്റ്റ് ഒരു തിള വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക, കടുകൊക്കെ താളിച്ചെടുക്കുക. പിന്നെ മോരുകറിയും സെറ്റായിട്ടുണ്ട്. ഇതേ മൈലാഞ്ചി കുറച്ച് നേരം ഇരുന്നപ്പോൾ തന്നെ കളറൊക്കെ മാറി വെള്ളമൊക്കെ ഒന്ന് പറ്റി ഇതേ ഒന്ന് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇട്ട് നോക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. വഴുതനങ്ങ ചെറുതായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, എന്നാലും കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് കളഞ്ഞ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനും മീൻകറിക്കും കൂടിയിട്ട് സെയിം മസാല തന്നെയാണ് ഇട്ടാക്കുന്നത്. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആദ്യം മീനിൽ തേച്ച് കൊടുത്തു. പിന്നെ ബാക്കി കുറച്ചുണ്ടായത് അങ്ങനെ വഴുതനങ്ങയിൽ തേച്ചിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പൊതുവേ ഞാൻ ഓൺലൈനായിട്ട് മാർക്കറ്റിൽ നിന്നായിരുന്നു ഫിഷ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് വേറൊരു ഷോപ്പ് വന്നിട്ടുണ്ട്, അൽഫലാജ്. ഇപ്പോൾ ഫിഷൊക്കെ അവിടെ നിന്ന് അയക്കിയിട്ടാണ് നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറേ നാളായി ഞാൻ ഓൺലൈനിൽ അങ്ങനെ വാങ്ങിക്കലില്ല. ഇതങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. വഴുതനങ്ങ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് കേട്ടോ വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും. വഴുതനങ്ങ പിന്നെ ഒരു ഫിഷ് ഫ്രൈ വെക്കുന്നുണ്ട്. അതേപോലെ ചീരയുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അതും മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ചോറ് എടുക്കുന്നത്. 2 പേർക്കും കൂടി ഒരുമിച്ച് അങ്ങനെ ഇരുത്തി ഫുഡ് കൊടുക്കലാണ് എപ്പോഴും പണി. ഉച്ചയ്ക്കാണെങ്കിലും സ്കൂൾ വിട്ട് വരുന്ന ദിവസം വീക്കെൻഡ്സിലും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ കൊടുക്കാറ്. മോരുകറി ഇവിടെ ഹാറൂന് തീരെ ഇഷ്ടമല്ല കേട്ടോ. അവൻ ഒട്ടും കൂട്ടാത്തൊരു സംഭവമാണ് തൈരും മോരുകറിയും. ആൾക്ക് പരിപ്പ് കറി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ബാക്കി 2 മക്കൾക്കും പരിപ്പ് തീരെ ഇഷ്ടമല്ല. അങ്ങനത്തെ ഭയങ്കര ഇൻ്റർനാഷണൽ പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോരുകറി ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടില്ല. ഞാൻ വേറൊരു ബൗളിലാണ് എടുത്തത്. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് കൂട്ടി കൊടുക്കും, അല്ലാത്തവർക്ക് അതില്ലാതെ ബാക്കി കറികളും കൂട്ടി കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇത്രയൊക്കെയാണ് 2-3 ദിവസത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.